CAP-15C വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളുടെ ഒരു അല്പം ഒന്ന് മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് ഇവരുടെ കൗൺസിലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡോണർ ആൻഡ് റെസിപ്പിയൻറ്റ് ദെയർ റിലേറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കൃത്യമായി നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ടാവണം. ഡോക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ആയിരിക്കണം. ഡോക്ടേഴ്സും കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽസും അവരെ കൗൺസിൽ ചെയ്യുന്നത് നമ്മുടെ ആശുപത്രിയുടെ നീഡിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടായിരിക്കരുത്. ലീഗൽ കാര്യങ്ങളുണ്ട് ഇതിൽ. ആ ലീഗൽ ഫോർമാലിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക വിധത്തിലായിരിക്കണം അവരെ കാര്യങ്ങൾ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. അത് അങ്ങനെ ചെയ്തു എന്നുള്ളതിൻ്റെ എവിഡൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. ക്വാളിഫൈഡ് ട്രെയിൻഡ് കൗൺസിലേഴ്സ് ഉണ്ടായിരിക്കണം. ഡോക്ടേഴ്സും ചേർന്നിട്ട് വേണം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തു എന്നതിൻ്റെ എവിഡൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്മ്യൂണോ സപ്രഷൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിൽ കൂടെ ഇവിടെ കടത്തിക്കൊണ്ടുപോകും എന്നതിനെക്കുറിച്ചും അതിൻ്റെ ബെനിഫിറ്റുകളെക്കുറിച്ചും അതിൻ്റെ റിസ്ക് ഫാക്ടറുകളെക്കുറിച്ചും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാലാണ് റെഗുലർ ഫോളോ അപ്പുകളുടെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാവുക. ആ റെഗുലർ ഫോളോ അപ്സ് അവരെ എത്രമാത്രം ബെനിഫിറ്റ് ചെയ്യും, അതർവൈസ് എന്ത് റിസ്ക് അവിടെ ഉണ്ടാവും. കാരണം നമുക്കിവിടെ ഈ ഒരു എഡ്യൂക്കേഷൻ ഇമ്മ്യൂണോ സപ്രഷനെ കുറിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് അവർക്ക് ആ ഒരു കണ്ടീഷൻ കറക്റ്റായിട്ട് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ ഇങ്ങനൊരു കണ്ടീഷനിൽ കൂടെ നമ്മൾ കടന്നു പോകുമെന്ന് അവർക്ക് മനസ്സിലാവുക. സോ NABH വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡേർഡിൽ 15th സ്റ്റാൻഡേർഡ് ഓഫ് COP third objective element COP-15C says that the organization ensure education and counseling of recipient and donor through trained counselors before organ transplantation. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അല്ലെങ്കിൽ വളരെ സമയം മുമ്പ് അവരിത് വ്യക്തമായും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവണം COP-15C.